ഹലോ എന്നാ ഉണ്ട് വിശേഷം എന്ന് ഇപ്പൊ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓ നല്ല മഴയാണേ പനിയാണേ ചുമയാണേ. തൊണ്ടവേദനയാണ്, തലവേദനയാണ്, എല്ലാം പറയും. അതെ ഇപ്പൊ അതെ. ചിലർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ പനി ഉണ്ടായിരുന്നു പനിയൊക്കെ മാറി പക്ഷെ അങ്ങോട്ട് ചുമ ചുമ മാറുന്നില്ല മാറുന്നില്ല. എന്താ പറ്റി? തൊണ്ടവേദന മാറുന്നില്ല. സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ ഇന്ന്. സെയിം കാര്യമാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പൊ ഇതാണ് നടക്കുന്നത്. അതെ ഇതാണ് ഒരു പുതിയ ട്രെൻഡ് എന്ന് യെസ്. പറയുന്നത്. പിന്നെ ഈ ഇപ്പൊ സൗണ്ടൊക്കെ മാറിയതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഗാർഗിൾ ചെയ്യാൻ പറ്റും. ആ സൗണ്ടൊക്കെ തിരിച്ചുകൊണ്ടുവരണ്ടേ? സൗണ്ട് വെച്ചിട്ട് തീർച്ചയായിട്ടും. ജീവിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്കെന്ന് ഞാൻ വെച്ച് ഇതിന്റെ ഒരു പോസ്റ്റ് കണ്ടു FB കഴിഞ്ഞ ദിവസം. അപ്പം അതിപ്പോ പറയാം. അതായത് നമ്മൾ ഗാർഗിൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വീടിന്റെ സീലിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്ന്. മുകളിലോട്ട് നോക്കിയിട്ട് ഗാർഗിൾ ചെയ്യുമ്പോഴത്തേന് ആ. സീലിങ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് എല്ലാ സറൗണ്ടിങ്സും മൊത്തത്തിൽ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അപ്പൊ ഒന്നറിയണം. അവിടെ അത്യാവശ്യം മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ അറിയാൻ പറ്റും. പറ്റും. ആ. ഈ പോസ്റ്റ് ഞാനും കണ്ടായിരുന്നു. കണ്ടല്ലേ? ഓക്കെ അപ്പൊ എല്ലാരും തന്നെ കണ്ടു കാണും ഇപ്പം. എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്റ് കറക്റ്റ് നമുക്ക് പറയാനുള്ളൊരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 24 മണിക്കൂർ നമ്മൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് ഇത് കേൾക്കുന്ന കുറച്ച് പേര് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണ്. 24 മണിക്കൂർ പഠിക്കാൻ പോണില്ലേ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ആ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്നായാലും ഈ പറഞ്ഞ പോലെ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ളതൊക്കെ നമ്മൾ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ വന്നാൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കസിൻസിന്റെ ഒരു 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 ഗ്യാങ് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഇങ്ങനെ കഥകളൊക്കെ വിശേഷങ്ങൾ പറയാം. പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഗെയിംസിലോട്ടൊക്കെ ആ മാറി തുടങ്ങി. എല്ലാവരും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. സ്വന്തം ഫോണിലേക്ക് മാത്രമായിട്ട് നമ്മൾ നമ്മളിൽ തന്നെ അങ്ങ് അതെ. ഒതുങ്ങുന്ന ചുരുങ്ങുന്ന ഒരു വിശേഷം. യെസ്. പ്രത്യേകിച്ച് ഇപ്പം പേരൻസ് ആണെങ്കിലും കുട്ടികൾക്ക് ടോയ് ആയിട്ട് ഫോണാണ് ഫോണാണ് കൂടുതൽ കൊടുക്കുന്നത്. കാരണം കൊടുക്കുന്നത്. അതാണ് എളുപ്പം. ഈസി ആയിട്ട് മാനേജ് മാനേജ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. പറ്റും പെട്ടെന്ന്. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പൊ ഇത് അത്ര ഹാപ്പി ആയിട്ടുള്ള വാർത്തകളല്ല പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേനും നൽകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും പിന്നെ കുട്ടികൾ തന്നെ ഉള്ളിലേക്ക് വലിയുന്ന ആ ഒരു ഉൾവലി അല്ല അങ്ങനെ ഒരു സംഭവം കൂടെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിന്റെ കൂടുതൽ വലിയ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, കാരണം വെച്ചാൽ എല്ലാവർക്കും എല്ലാം എല്ലാവർക്കും അറിയാം. അറിയാം. പക്ഷെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും ഒരു നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി മാറ്റി മാറ്റി വെക്കാം. വെക്കണം. ഇപ്പം ഫോണിലാണെങ്കിലും ഒരുപാട് കോണ്ടാക്ട്സ് റീൽസ് ഉണ്ടായിരിക്കുമല്ലോ. ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഇടയ്ക്ക് എല്ലാവരെയും ഒന്ന് വിളിക്കാം. അതെ ഇടയ്ക്കൊന്ന് ഇടയ്ക്ക്. ഇടയ്ക്ക് എപ്പോഴും വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കണ്ട. Yes. ഒരുപാട് കോണ്ടാക്ട്സ് എന്തായാലും നമ്മുടെ ഫോണിൽ കാണും. അവരിൽ ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ഒരു ദിവസമെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് ജസ്റ്റ് ഹായ് ഹലോ സുഖമാണോ സുഖാണോ എന്ന് ചോദിക്കുക. ചോദിക്കാം. അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നേ. അപ്പം നമ്മൾ കാരണം അല്ലെ നമ്മുടെ ഒരു ചെറിയ ഹായ് കാരണം മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് ഹാപ്പിനെസ് കിട്ടും. കിട്ടുവാണെങ്കിൽ അവരുടെ ഒരു ഡേയും സെറ്റ് ആയിക്കോളും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ബൈ. ബൈ.